കൊല്ലം ഇരവിപുരത്തെ സ്ഥാനാർത്ഥി തർക്കത്തിൽ RSPയിൽ സമവായം. RYF സംസ്ഥാന സെക്രട്ടറി വിഷ്ണു മോഹൻ സ്ഥാനാർത്ഥിയാകും. NK പ്രേമചന്ദ്രന്റെ മകൻ കാർത്തികിനെ സ്ഥാനാർത്ഥിയാക്കിയാൽ പാർട്ടി വിടുമെന്ന ഷിബു ബേബി ജോണിന്റെ ഭീഷണിക്ക് നേതൃത്വം വഴങ്ങുകയായിരുന്നു. അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ കൊല്ലം ഇരവിപുരം മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചിരിക്കുകയാണ് RSP. RYF സംസ്ഥാന സെക്രട്ടറി വിഷ്ണു മോഹനെ സ്ഥാനാർത്ഥിയാക്കാനാണ് തീരുമാനം. പക്ഷേ ഔദ്യോഗിക പ്രഖ്യാപനത്തിലേക്ക് പാർട്ടി കടന്നിട്ടില്ല. മുന്നണിയുമായി ചർച്ച ചെയ്തതിനു ശേഷമാകും ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനമെന്ന് ഷിബു ബേബി ജോൺ. ഒരു ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായി ചില ചർച്ചകൾ നടന്നു, പേരുകൾ നിർദ്ദേശിക്കപ്പെട്ടു. ആ പേരുകളെല്ലാം പരിശോധിച്ചുകൊണ്ട് അവസാനമായി RSP ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അത് ഞങ്ങൾ ഇന്നിപ്പോൾ പ്രഖ്യാപിക്കുന്നില്ല. അത് UDF ലീഡർഷിപ്പുമായിട്ട് ചർച്ച ചെയ്തിട്ട് അവരുടെ പ്രഖ്യാപനത്തിനോടൊപ്പം RSPയുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതായിരിക്കും. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഭൂരിപക്ഷം ലഭിച്ചിട്ടും കാർത്തിക് പ്രേമചന്ദ്രനെ ഷിബു ബേബി ജോൺ പക്ഷം അംഗീകരിച്ചില്ല. ഒടുവിൽ സമവായ സ്ഥാനാർത്ഥി വരട്ടെ എന്ന ഷിബു ബേബി ജോൺ പക്ഷത്തിന്റെ ആവശ്യത്തിലുയർന്നുവന്ന പേരാണ് വിഷ്ണു മോഹന്റേത്. തുടർന്ന് സംസ്ഥാന കമ്മിറ്റി വിഷയം ചർച്ച ചെയ്തപ്പോഴും ഭിന്നാഭിപ്രായങ്ങൾ ഉയർന്നു. കുന്നത്തൂരിൽ RYF സംസ്ഥാന പ്രസിഡന്റ് ഉല്ലാസ് കോവൂർ മത്സരിക്കുന്നതിനാൽ RYFന് വീണ്ടും സീറ്റ് നൽകേണ്ടതില്ലെന്ന് ഒരു പക്ഷം വാദിച്ചു. എന്നാൽ എല്ലാവർക്കും സ്വീകാര്യനായ വിഷ്ണുവിന്റെ പേരിൽ ഒടുവിൽ ചർച്ച അവസാനിക്കുകയായിരുന്നു. നിലവിൽ കൊല്ലം ജില്ലയിൽ RSP മത്സരിക്കുന്ന 3 സീറ്റുകളിലേക്കും സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചു കഴിഞ്ഞു. ചവറയിൽ ഷിബു ബേബി ജോൺ തന്നെ മത്സരിക്കും. ജില്ലയ്ക്ക് പുറത്തുള്ള 2 സീറ്റുകളിൽ പ്രതിപക്ഷ നേതാവുമായുള്ള ചർച്ചയ്ക്ക് ശേഷമായിരിക്കും തീരുമാനമുണ്ടാവുക. 24 കൊല്ലം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.